എൻ്റെ പേര് ടിൻസി. ഞാൻ ഇഞ്ചത്തൊട്ട് ഇടവകാംഗമാണ്. കോതമംഗലം രൂപതയിലാണ്. പേര് ഡെൻസൺ. ഞാനും നീണ്ടവാറ ഇടവകാംഗമാണ്. ഞങ്ങൾ കോതമംഗലം രൂപത അംഗങ്ങളാണ്. ഒത്തിരി സന്തോഷം ജീവാലയ കുടുംബത്തിലെ ഒരു അംഗമാകാൻ സാധിച്ചതിൽ. നവംബർ 11 തൊട്ട് 13 വരെയുള്ള പ്രീമാരേജ് കോഴ്സിലെ അംഗങ്ങളായിരുന്നു ഞങ്ങൾ. ഇതിപ്പോൾ തീരുന്ന ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ നല്ലൊരു ആംബിയൻസും ഇവിടുത്തെ പുഴ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ആംബിയൻസും ഒക്കെ ഞങ്ങളുടെ ജീവിതമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പം തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസും സെഷൻസും ക്ലാസ്സുകൾ എടുക്കാൻ വന്നവരും ഇവിടുത്തെ ഫാക്കൽറ്റീസും എല്ലാം തീർച്ചയായിട്ടും വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. ഒരു 3 ദിവസം കടന്നു പോയത് അറിഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാം. എൻഗേജിങ് ആയിരുന്നു. ഇവിടുന്ന് കിട്ടിയ ഒരു 2-3 ചിന്തകൾ പങ്കുവയ്ക്കണം എന്ന് തോന്നുന്നതാണ്. ഒന്ന്, തിരുവിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പുറത്തെവിടെയും കേൾക്കാത്ത, അല്ലെങ്കിൽ ഇതുവരെയും അങ്ങനെ ഒരു ചിന്തയെപ്പറ്റി കേട്ടിട്ടില്ല. നല്ലൊരു കൺസെപ്റ്റായിട്ട് തോന്നി. ജീവിതത്തിൽ ആ ഒരു ക്രിസ്തുവിൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ക്രിസ്തുവിൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. യെസ്. രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് അത് ടിൻസി പറയും. രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദമ്പതി ആത്മീയതയെ കുറിച്ചാണ്. പലയിടത്തും നമ്മൾ കേൾക്കും ആത്മീയത അതാണ് ഇതാണ്. എല്ലാവരും വിചാരിക്കുന്നത് കുറേ പ്രാർത്ഥനയും അങ്ങനെയുള്ള ധ്യാനങ്ങളും അത് മാത്രമാണ് ആത്മീയത. എന്നാൽ ദമ്പതികൾക്കിടയിലുള്ള ആത്മീയത എന്താണെന്നുള്ളൊരു വേറിട്ടൊരു കോൺസെപ്റ്റ് കിട്ടിയത് ഇവിടെ നിന്നാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതും നന്നായിട്ട് ജീവിക്കുന്നതും ലോകത്തിന് നമ്മുടെ ദാമ്പത്യം ഒരു മാതൃകയാക്കുന്നതാണ് ആക്ച്വലി ദമ്പതികളുടെ ഇടയിലുള്ള ദമ്പതി ആത്മീയത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 3 ദിവസങ്ങളിൽ ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടി. ഒരുപാട് ഭാവി ജീവിതത്തെ പറ്റിയുള്ള ഒരുപാട് ഒരു വിഷനുള്ള ദാമ്പത്യം ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇവിടെ നിന്ന് ഉണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു ദാമ്പത്യത്തിന് വേണ്ടി സ്വപ്നം കാണുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു. പിന്നെ അച്ഛന്മാരും ബ്രദറും സിസ്റ്റർമാരും എല്ലാവരും ഭയങ്കര കൂട്ടായിരുന്നു. നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നമുക്കാണെങ്കിലും ഓരോ സെഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും പരസ്പരം അതിനെക്കുറിച്ച് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും അല്ലാണ്ട് നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യാനൊക്കെ ഒരുപാട് സമയവും ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചു. ഇങ്ങനെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്ര എന്താ പറയുക, നമുക്ക് മാത്രമായിട്ടുള്ളൊരു സമയം അടുത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കിട്ടുന്നത്. അപ്പോൾ അതും ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു. ജീവാലയ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഭാവിയിൽ കുറച്ചുകൂടിയും ഞങ്ങളുടെ ആ ഒരു ലോകം വലുതാക്കാനും കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ദമ്പതി അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.